പ്രിയപ്പെട്ടവരെ, നമ്മള് ഗാന്ധിസത്തിന്റെ ട്രസ്റ്റിഷിപ്പ് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഡോക്ട്രിൻ ഓഫ് ട്രസ്റ്റിഷിപ്പ് എന്ന് പറയുന്ന കോൺസെപ്റ്റാണ് നമ്മൾ സംസാരിച്ചു കൊണ്ടിരുന്നത്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ പറയുകയുണ്ടായി, ഗാന്ധിജി കാര്യമായിട്ടും ഈ മാസ് പ്രൊഡക്ഷനിൽ നിന്നും മാറിയിട്ട് പ്രൊഡക്ഷൻ ഓഫ് ദ മാസസ്, അതായത് ജനങ്ങൾക്ക് എല്ലാവർക്കും എംപ്ലോയ്മെന്റ് നൽകുന്ന രീതിയിലുള്ള ഒരു പ്രൊഡക്ഷൻ ഓഫ് മാസസിനെ കുറിച്ചാണ് സംസാരിച്ചത്. അപ്പൊ അതിനു വേണ്ടിയിട്ട് അദ്ദേഹം കണ്ടെത്തിയിട്ടുള്ളതാണ് നമ്മൾ ഈ ക്യാപിറ്റലിസ്റ്റുകളെയും ലാൻഡ് ലോഡ്സുകളെയൊക്കെ ഒഴിവാക്കുന്നതിന് പകരം അവരുടെ മനസ്സിലോട്ട് ഒരു ട്രസ്റ്റിഷിപ്പ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് എത്തിച്ചു കൊടുക്കുക. അതിലൂടെ ഗാന്ധിജി ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാല് ഈ പ്രോപ്പർട്ടികളൊന്നും തങ്ങളുടേതല്ല, മറിച്ച് തങ്ങളുടെ കയ്യിൽ ദൈവം ഏൽപ്പിച്ചിട്ടുള്ളതാണ് കൊണ്ടു നടക്കുന്നതിന് വേണ്ടിയിട്ട്. അതുകൊണ്ട് ഈ ജനങ്ങളുടെ സേവനമാണ്, പബ്ലിക് സർവീസ് ആണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് ഇത്ര സമ്പത്തുകളൊക്കെ ദൈവം തങ്ങളുടെ കയ്യിൽ ഏൽപ്പിക്കാനുണ്ടായ കാരണം എന്ന് പറയുന്നത് ജനങ്ങളെ സേവിക്കുക. യു ഹാവ് ടു ബി എ പബ്ലിക് സർവന്റ്, നിങ്ങളൊരു പൊതുസേവകനായിരിക്കുക എന്നുള്ള ഒരു ഐഡിയ ആണ്. അപ്പൊ ഈ ഒരു ഐഡിയ എത്തുന്നതോടുകൂടി ജനങ്ങളുടെ ഈ ലാൻഡ് ലോഡ്സിനെയും അതുപോലെ തന്നെ ഈ മുതലാളിമാരുടെയും എല്ലാം മനസ്സിലോട്ട് ഈ ഒരു ട്രസ്റ്റിഷിപ്പ് എന്ന് പറയുന്ന ഈ ഒരു ഐഡിയ എത്തിക്കുക. അതിലൂടെ നമുക്ക് നമ്മുടെ രാജ്യത്ത് ഈ ഒരു ക്ലാസ് ഹോസ്റ്റിലിറ്റി ഒഴിവാക്കിയിട്ട് നമുക്കൊരു ക്ലാസ് കോഓപ്പറേഷൻ കൊണ്ടുവരാൻ കഴിയും. അങ്ങനെ ഒരു ക്ലാസ് കോഓപ്പറേഷനിലൂടെയാണ് നമ്മുടെ രാജ്യത്തിന്റെ പുരോഗതി. അങ്ങനെയാണ് നമ്മുടെ രാജ്യത്തിലെ ആളുകൾക്ക് പരമാവധി തൊഴിൽ നൽകാൻ കഴിയുക, പരമാവധി എംപ്ലോയ്മെന്റ് നൽകാൻ കഴിയുക എന്നാണ് ഗാന്ധിജി പറയുന്നത്. വളരെയധികം നല്ല ഒരു ആശയമാണ്. അതായത് ഈ മാസ് പ്രൊഡക്ഷൻ ഒഴിവാക്കിയിട്ട് ഒരുപാട് ആളുകൾക്ക് തൊഴിൽ നൽകുക എന്നുള്ളത് വളരെയധികം പ്രോഗ്രസീവ് ആയിട്ടുള്ള നമുക്ക് പറയുകയാണെങ്കിൽ വളരെയധികം യൂട്ടിലിറ്റേറിയൻ ആയിട്ടുള്ള ഒരു ഐഡിയ തന്നെയാണത്. പക്ഷെ ഇത് പ്രാക്ടിക്കൽ ആണോ എന്നത് കൂടെ നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഇപ്പോ നമ്മള് ഗാന്ധിജി ഒരു ഉട്ടോപ്യൻ ഐഡിയ ആണ് മുന്നോട്ട് വെച്ചിട്ടുള്ളത് എന്ന് നമ്മൾ ആലോചിക്കേണ്ടത്. കാരണം ഇതുപോലെ ഉട്ടോപ്യൻ ഐഡിയ ഇറക്കിയ ഒരാളായിരുന്നു പ്ലേറ്റോ എന്ന് പറയുന്നത്. പ്ലേറ്റോ അദ്ദേഹം തന്റെ സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഈ കറപ്ഷൻ, കാരണം അദ്ദേഹം കാര്യമായിട്ടും ഐഡിയൽ സ്റ്റേറ്റിനെ കുറിച്ചും ജസ്റ്റിസിനെ കുറിച്ചൊക്കെ സംസാരിക്കുന്ന ആളാണ് പ്ലേറ്റോ. അപ്പൊ പ്ലേറ്റോ തന്റെ തന്റെ സമൂഹത്തിലുള്ള പ്രശ്നത്തിന് അല്ലെങ്കിൽ കറപ്ഷന് മെയിൻ കാരണമായിട്ട് പ്ലേറ്റോ കാണുന്നത് രണ്ട് കാര്യങ്ങളാണ്: പ്രൈവറ്റ് പ്രോപ്പർട്ടിയും അതുപോലെ തന്നെ ഫാമിലിയും. കാരണം പൊതുവെ കറപ്ഷൻ നടക്കുമ്പോൾ ഒന്നെങ്കിൽ നമ്മുടെ പ്രൈവറ്റ് പ്രോപ്പർട്ടി കൂട്ടുന്നതിന് വേണ്ടിയിട്ട്, അതല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിന് വേണ്ടിയിട്ട്. ഈ രണ്ട് കാര്യങ്ങൾക്കാണല്ലോ കാര്യമായിട്ടും ജനങ്ങൾ കറപ്റ്റഡ് ആവുന്നത്. അപ്പൊ പ്ലേറ്റോ ഇതിന് പ്രശ്നം കണ്ടെത്തിയിട്ട് പ്ലേറ്റോ അതിനൊരു സൊല്യൂഷൻ ഇറക്കുന്നത് വളരെ രസകരമാണ്. അദ്ദേഹം സൊല്യൂഷനായിട്ട് കൊണ്ടുവരുന്നതാണ് അദ്ദേഹത്തിന്റെ തിയറി ഓഫ് കമ്മ്യൂണിസം ഓഫ് വൈഫ്സ് ആൻഡ് പ്രോപ്പർട്ടി. അതായത് ഈ പ്രൈവറ്റ് പ്രോപ്പർട്ടിയിലും കുടുംബത്തിലും അദ്ദേഹം കമ്മ്യൂണിസം കൊണ്ടുവരുന്നത്. എന്നിട്ട് എന്താണെന്ന് വെച്ചാല് ഈ പ്രൈവറ്റ് പ്രോപ്പർട്ടി എന്ന് പറയുന്ന സംഭവം ഒഴിവാക്കുക. അതായത് ഈ ഭരണത്തിലിരിക്കുന്ന ആളുകൾക്ക് മാത്രമേ ഉള്ളൂ, അല്ലാതെ സാധാരണ വർക്കിംഗ് ക്ലാസ്സിനില്ല. അത് ഓക്കെ, ഇറ്റ്സ് കൈൻഡ് ഓഫ് ഇമാജിനബിൾ. എന്നിട്ട് അദ്ദേഹം ഈ ഫാമിലിക്ക് ഒരു പരിഹാരമായിട്ട് അദ്ദേഹം കാണുന്നതാണ് കമ്മ്യൂണിസം ഓഫ് വൈഫ്സ്. അതായത് ഈ ഭരണാധികാരികളും അതുപോലെ തന്നെ ഒഫീഷ്യൽസും ഒന്നും അവരെല്ലാവരും ഒരു പട്ടാളക്കാരുടെ പോലെ ഒരു ഹോളിൽ ജീവിച്ച് ഒരുമിച്ച് ഭക്ഷണം കഴിച്ച് അങ്ങനെ ജീവിക്കുന്ന ഒരു സമ്പ്രദായം. അപ്പൊ കമ്മ്യൂണിസം ഓഫ് വൈഫ്സ് കൂടി പറയുന്നുണ്ട്. ഇവർക്ക് എല്ലാവർക്കും കോമൺ ആയിട്ടുള്ള ഭാര്യമാരായിരിക്കും ഉണ്ടായിരിക്കുക, ഇവർക്ക് ഉണ്ടാകുന്ന കുട്ടികളും അതുപോലെ തന്നെ കോമൺ ആയിട്ടുള്ള എല്ലാവരുടെയും കുട്ടികളായിരിക്കും. ഇതാണ് പ്ലേറ്റോയുടെ കമ്മ്യൂണിസം ഓഫ് വൈഫ്സ് ആൻഡ് പ്രോപ്പർട്ടി പറയുന്നത്. അപ്പൊ പ്ലേറ്റോ വളരെ അതായത് നല്ലൊരു സൊല്യൂഷൻ ആണ്. കാരണം മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം പ്രൈവറ്റ് പ്രോപ്പർട്ടിയും ഫാമിലിയും കഴിഞ്ഞ പിന്നെ കാര്യമായിട്ടും കറപ്ഷന് അല്ലെങ്കിൽ കറപ്റ്റഡ് ആവാനുള്ള കാരണങ്ങളൊന്നും മനുഷ്യന്റെ കയ്യിലില്ല. പിന്നെ എന്തിനാണ് കറപ്റ്റഡ് ആവുന്നത്? കാരണം കറപ്റ്റഡ് ആയിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല.
അപ്പൊ നല്ല സൊല്യൂഷനാണ് പ്ലേറ്റോ മുന്നോട്ട് വെക്കുന്നത്. പക്ഷെ അത് എത്രത്തോളം അക്സെപ്റ്റബിൾ ആണ് അല്ലെങ്കിൽ എത്രത്തോളം പ്രാക്ടിക്കൽ ആണ് എന്നുള്ളിടത്താണ് പ്രശ്നം വരുന്നത്. ഗാന്ധിജിക്കും അത് തന്നെയാണ് പ്രശ്നം. ഗാന്ധിജി പറയുന്നത് വളരെയധികം വളരെയധികം അക്സെപ്റ്റബിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം ഈ മുതലാളിമാരുടെയും ഈ ജന്മിമാരുടെയും എല്ലാം മനസ്സ് മാറിയാല് തീരാവുന്ന പ്രശ്നമേ രാജ്യത്തിനുള്ളൂ. ഈ പ്രശ്നങ്ങള് മുതലാളിമാരുടെ എല്ലാം മനസ്സ് മാറുവാണെങ്കിൽ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാകും എന്നാണ് ഗാന്ധിജി മനസ്സിലാക്കുന്നത്. പക്ഷെ അത് ആക്ച്വലി പോസിബിൾ ആണോ എന്ന ഒരു കാര്യം കൂടി നമ്മൾ നോക്കണം. കാരണം എങ്ങനെയാണ് ഇപ്പൊ നമ്മുടെ സിറ്റുവേഷൻ എടുത്തു നോക്കുകയാണെങ്കിൽ നമുക്ക് അറിയാൻ പറ്റും നമ്മൾ എങ്ങനെയാ നമ്മൾ അധ്വാനിച്ചുണ്ടാക്കിയ പൈസ അല്ലെങ്കിൽ നമ്മൾ അധ്വാനിച്ചുണ്ടാക്കിയ സമ്പത്ത് എന്ന് പറയുന്നത് നമ്മൾ വിശ്വസിക്കണം അത് ദൈവം നമ്മുടെ കയ്യിൽ തന്നിട്ടുള്ളതാണ്. അത് ഓക്കെ, പ്രശ്നമില്ല. പക്ഷെ ആ സമ്പത്ത് നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതല്ല, നിങ്ങളുടെ സമൂഹത്തിന് വേണ്ടിയുള്ളതാണ്. അതുകൊണ്ട് ആ സമ്പത്ത് നിങ്ങൾ ഒരു പബ്ലിക് സർവീസ് ആയിട്ട് ജനങ്ങൾക്ക് ഉപകാരമുള്ള രീതിയിൽ നിങ്ങൾ ചെയ്യണം എന്നൊക്കെ പറയുമ്പോൾ അത് പലർക്കും അക്സെപ്റ്റബിൾ ആയിട്ട് തോന്നാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണത്. അപ്പോ ഈ ലാൻഡ് ലോഡ്സും അതുപോലെ തന്നെ ക്യാപിറ്റലിസ്റ്റുകളും ഇതുപോലെ മനസ്സ് മാറിയിട്ട് തങ്ങളുടെ സമ്പത്തെല്ലാം ജനങ്ങൾക്ക് കൊടുക്കുമെന്ന് തോന്നുന്നുണ്ടോ? ഇവിടെ പ്രശ്നം ഈ ലാൻഡ് ലോഡ്സും അല്ലെങ്കിൽ ജന്മിമാരെല്ലാം തങ്ങളുടെ ഭൂമിയിൽ കൃഷി ചെയ്യുന്ന കർഷകർക്ക് അവര് ചെയ്യുന്ന കൃഷിഭൂമി വീതം വെച്ച് നൽകിയാൽ തീരാവുന്ന കാര്യമുള്ളൂ. അതാണ് ഇന്ത്യയുടെ ചരിത്രത്തില് വളരെ പ്രധാനപ്പെട്ട ഒരു നാഴികക്കല്ലായിട്ട് എണ്ണാൻ പറ്റുന്ന ലാൻഡ് റിഫോംസ് മൂവ്മെന്റ് ഒക്കെ ഈ ഒരു ഐഡിയയെ ചുറ്റിപ്പറ്റിയിട്ടുള്ളതാണ്. അതായത് കർഷകന് ഭൂമി വിതരണം ചെയ്യുക എന്നുള്ളത്. പക്ഷെ ഗാന്ധി അതിന് വേറെ ഒരു അപ്രോച്ച് എടുത്തിട്ട് ഇവരെ ഒന്നും ഒഴിവാക്കേണ്ട ആവശ്യമില്ല, ഇവരെല്ലാം മനസ്സ് മാറ്റിയാൽ മതി എന്ന ഒരു ഉട്ടോപ്യൻ ആയിട്ടുള്ള, പക്ഷെ ഗാന്ധി ഒരു പക്ഷെ മനുഷ്യരെ കുറിച്ച് അല്ലെങ്കിൽ ജനങ്ങളെ അല്ലെങ്കിൽ ഹ്യൂമൻ നേച്ചറിനെ കുറിച്ച് വളരെയധികം പോസിറ്റീവായിട്ടുള്ള ഒരു കാഴ്ചപ്പാട് സ്വീകരിച്ചതുകൊണ്ടായിരിക്കാം ഗാന്ധി അങ്ങനെ വളരെ ഒപ്റ്റിമിസ്റ്റിക് ആയിട്ട് പറഞ്ഞത്. പക്ഷെ അത് പ്രാക്ടിക്കൽ അല്ല എന്നുള്ള ഒരു പ്രശ്നമാണ് ഗാന്ധിയുടെ ട്രസ്റ്റിഷിപ്പിനുള്ളത്. പിന്നെ വിഷൻ ഓഫ് എ ക്ലാസ്ലെസ് സൊസൈറ്റി, ഗാന്ധിയുടെ ഈ ക്ലാസ്ലെസ് സൊസൈറ്റിയുടെ ഗാന്ധിയും മാർക്സും തമ്മിൽ ഒരുപാട് സാമ്യതകള് നമുക്ക് കാണാൻ പറ്റും. അവർ രണ്ടുപേരുടെയും ഐഡിയകളിൽ ഒരുപാട് സാമ്യതകള് നമുക്ക് കാണാൻ കഴിയും, മാർക്സിന്റെയും അതുപോലെ ഗാന്ധിയുടെയും എല്ലാം. അപ്പൊ അതില് ഈ മാർക്സ് പറയുന്ന ഒന്നാണ് മാർക്സിന്റെ ക്ലാസ്ലെസ് സൊസൈറ്റി. മാർക്സ് ക്ലാസ്ലെസ് സൊസൈറ്റിയെ കുറിച്ച് കാര്യമായിട്ട് സംസാരിക്കുന്നുണ്ട്. കാരണം അദ്ദേഹം പറയുന്നത് വി ഹാവ് റീച്ച്ഡ് ദ ഫൈനൽ സ്റ്റേജ് ഓഫ് ക്യാപിറ്റലിസം, ദെൻ ദ വർക്കിംഗ് ക്ലാസ് ഓഫ് ദ വേൾഡ് വിൽ അല്ലെങ്കിൽ ദേ ഷാൾ ഓവർത്രോ ദ ക്യാപിറ്റലിസ്റ്റ് സിസ്റ്റം ആൻഡ് ദ എസ്റ്റാബ്ലിഷ്ഡ് എ സ്റ്റേറ്റ്ലെസ് ആൻഡ് എ ക്ലാസ്ലെസ് സൊസൈറ്റി. നമ്മുടെ ക്യാപിറ്റലിസം ഇറ്റ് ഹാസ് റീച്ച് ഇറ്റ്സ് ഫൈനൽ സ്റ്റേജ്, അതിന്റെ അവസാന സ്റ്റേജിൽ എത്തിയിട്ടുണ്ട്. ഇത് കഴിഞ്ഞിട്ട് നമ്മുടെ വർക്കിംഗ് ക്ലാസ് ഈ ക്യാപിറ്റലിസ്റ്റുകളെല്ലാം ഓവർത്രോ ചെയ്തിട്ട് ഒരു ക്ലാസ്ലെസ് ആയിട്ടുള്ള there will not be any class hostility or class conflict or class hostility ഒന്നും ഇല്ലാത്ത ക്ലാസ്ലെസ് ആയിട്ടുള്ള സ്റ്റേറ്റ്ലെസ് ആയിട്ടുള്ള ഒരു സമൂഹത്തെ കുറിച്ചാണ് മാർക്സിന്റെ ക്ലാസ്ലെസ് സൊസൈറ്റിയെ കുറിച്ച് പറയുന്നത്. പക്ഷെ ഗാന്ധിയുടെ വിഷൻ വളരെ വ്യത്യസ്തമാണ്. ഗാന്ധി പറയുന്നത് അദ്ദേഹത്തിന് ഈ ഡിവിഷൻ ഓഫ് ലേബറിൽ അദ്ദേഹം കാര്യമായിട്ട് വിശ്വസിക്കുന്നുണ്ട്. അദ്ദേഹം മാത്രമല്ല, ഒരുപാട് ആളുകൾ ഈ പൊളിറ്റിക്കൽ സയന്റിസ്റ്റുകളും എക്കണോമിസ്റ്റുകളും എല്ലാം ഡിവിഷൻ ഓഫ് ലേബറിൽ വിശ്വസിക്കുന്നുണ്ട്. കാരണം സമൂഹത്തിൽ ഓരോ ജനങ്ങളും അല്ലെങ്കിൽ ഓരോ വിഭാഗങ്ങളും അവരുടെ മെന്റൽ ക്യാപ്പബിലിറ്റീസിനും അല്ലെങ്കിൽ ഫിസിക്കൽ ക്യാപ്പബിലിറ്റീസിനും അനുസരിച്ച് ജോലി ചെയ്യുമ്പോഴാണ് ഒരു സൊസൈറ്റിയുടെ ഒരു ഫാബ്രിക് നിലനിൽക്കുകയുള്ളൂ. പ്ലേറ്റോയും എല്ലാം, അതായത് പുരാതന കാലം തൊട്ടേ ജനങ്ങൾ പറയുന്ന ഒരു കാര്യം തന്നെയാണ് ഡിവിഷൻ ഓഫ് ലേബർ പറയുന്നത്. പക്ഷെ ഈ നമ്മുടെ ഇന്ത്യ രാജ്യത്ത് ഗാന്ധിയുടെ ആ സമയത്ത് ഉണ്ടായിരുന്നത്, പക്ഷെ ഇപ്പോഴും ഇല്ല എന്നല്ല, ഇപ്പോഴും നല്ല രീതിയിൽ തന്നെ നമ്മുടെ സൗത്ത് ഇന്ത്യയിലെ കുറച്ച് ഭാഗങ്ങൾ ഒഴിവാക്കിയാൽ ഇന്ത്യയുടെ എല്ലാ ഭാഗത്തും വളരെ ശക്തമായ രീതിയിൽ തന്നെ കാസ്റ്റേഴ്സ് ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അപ്പോ ഗാന്ധിയുടെ ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, since you are born into a particular caste, you have to do that particular job irrespective of your mental or physical capabilities. തങ്ങളുടെ കഴിവ് ഒന്നും തന്നെ നോക്കാതെ ഒരു വിഭാഗത്തിൽ ജനിച്ചു എന്നതുകൊണ്ട് ആ ജോലി ചെയ്യണമെന്ന് നിർബന്ധിതനാകുന്ന ഒരു അവസ്ഥയാണ് ഇന്ത്യയിൽ ഉണ്ടായിരുന്നത്. അപ്പൊ ഗാന്ധി അതിന്റെ ഒരു ഓപ്പോസിറ്റ് അപ്രോച്ച് എടുത്തിട്ട് ഗാന്ധി പറയുന്നത് ഡിവിഷൻ ഓഫ് ലേബർ വേണം, ഡിവിഷൻ ഓഫ് ലേബർ വേണ്ട എന്നല്ല, പക്ഷെ ആ ഡിവിഷൻ ഓഫ് ലേബർ
വെച്ചുകൊണ്ട് വി കനോട്ട് ഡിവൈഡ് സൊസൈറ്റി. നമുക്ക് നമ്മുടെ സമൂഹത്തെ ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല, അത് ശരിയല്ല എന്നാണ് ഗാന്ധി പറയുന്നത്. അതായത് ഈ ഡിവിഷൻ ഓഫ് ലേബർ ചെയ്യുന്നതിലൂടെ അതിലൂടെ സമൂഹത്തെയും ആ ഒരു ബേസിൽ നമ്മൾ ഡിവൈഡ് ചെയ്യരുത്. എന്നിട്ട് ഗാന്ധി പറയുന്നത് ഈ ഒരു ഡിവിഷനും ഈ ക്ലാസ് ഹോസ്റ്റിലിറ്റിക്കും ക്ലാസ് കോൺഫ്ലിക്റ്റിനും എല്ലാം കാരണം എന്ന് പറയുന്നത് ദർ ഈസ് എ ഡിസ്പാരിറ്റി, അതല്ലെങ്കിൽ ഡിസ്ക്രിമിനേഷൻ ബിറ്റ്വീൻ മെന്റൽ ലേബർ ആൻഡ് ഫിസിക്കൽ ലേബർ. മെന്റൽ ലേബർ ചെയ്യുന്ന ആളുകള് ഫിസിക്കൽ ലേബർ ചെയ്യുന്ന ആളുകളെ ഈ ഇൻഫീരിയർ ആയിട്ട് കാണുന്ന ഒരു സമ്പ്രദായമുണ്ട്. അതാണ് എല്ലാത്തിനും കാരണം എന്നാണ് ഗാന്ധി പറയുന്നത്. അപ്പോ ഈ മെന്റൽ ജോബ് ചെയ്യുന്ന ആളുകൾ ആരൊക്കെയാണ്? ഈ മാനേജീരിയൽ ജോബ് ചെയ്യുന്ന ആളുകള്, അതുപോലെ തന്നെ നമ്മുടെ അധികാരത്തിരിക്കുന്ന ഗവൺമെന്റ് ഒഫീഷ്യൽസ്, അതുപോലെ ലാൻഡ് ലോഡ്സ്, ക്യാപിറ്റലിസ്റ്റ്, ഇത്തരത്തിലുള്ള ആളുകൾ ഫിസിക്കൽ ജോബ് ഒന്നും ചെയ്യാത്ത ആൾ, കൈ ഉപയോഗിച്ച് അല്ലെങ്കിൽ കായികാധ്വാനം ഉപയോഗിച്ച് മാനുവൽ ലേബർ ചെയ്യാത്ത ആളുകളാണ് ഗാന്ധിയുടെ മെന്റൽ ലേബർ. അപ്പൊ അവര് ഈ വർക്കിംഗ് ക്ലാസ്സിനെ ഒരു താഴ്ന്ന വിഭാഗമായിട്ട് കാണുന്നുണ്ട്. അതാണ് ഈ ഒരു ക്ലാസ് ഹോസ്റ്റിലിറ്റിക്കുള്ള കാരണം എന്ന് ഗാന്ധി പറയുന്നത്. അപ്പൊ അതിനൊരു പരിഹാരമായിട്ട് ഗാന്ധി പറയുന്നത് എന്താന്ന് വെച്ചാൽ ഈ മെന്റൽ ജോബ് ചെയ്യുന്ന ആളുകൾ, മെന്റൽ ലേബർ ചെയ്യുന്ന ആളുകൾ ഫിസിക്കൽ ലേബർ കൂടെ ചെയ്യണം. അതായത് ബ്രെഡ് ലേബർ എന്നാണ് ഗാന്ധി അതിനെ വിളിക്കുന്നത്. അതായത് തങ്ങൾ ഭക്ഷിക്കുന്ന ഭക്ഷണത്തിന് പ്രൊപ്പോർഷണൽ ആയിട്ട് എങ്കിലും അല്ലെങ്കിൽ അത്രയെങ്കിലും ഓരോ ആളുകളും മെന്റൽ ലേബർ, പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള മെന്റൽ ലേബറുകളിൽ ഏർപ്പെടണം എന്നാണ് ഗാന്ധിജി പറയുന്നത്. അപ്പൊ ഈ ഒരു പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള ഫിസിക്കൽ ലേബറിൽ ഏർപ്പെടണം എന്നാണ് ഗാന്ധിജി പറയുന്നത്. അപ്പൊ ഇതിന്റെ ഒരു ഭാഗമായിട്ടാണ് നമ്മുടെ ഈ ഒരു ചർക്ക ഫേമസ്, ഈ നൂൽക്കുന്ന ചർക്ക ഈ സ്വാതന്ത്ര്യ സമര കാലത്തും അതിനുശേഷമുള്ള ഗാന്ധിയന്മാർക്കിടയിൽ ഫേമസ് ആവാണ്ടായ കാരണം ഈ എല്ലാവരും ഫിസിക്കൽ ജോബിൽ ഏർപ്പെടുക, ബ്രെഡ് ലേബറിൽ ഏർപ്പെടുക. അപ്പൊ അതുകൊണ്ട് തന്നെ ഇങ്ങനെ എല്ലാവരും ഫിസിക്കൽ ലേബറിൽ ഏർപ്പെടുന്നത് കൊണ്ട് ഈ മെന്റൽ ലേബറും ഫിസിക്കൽ ലേബറും തമ്മിലുള്ള അന്തരം ഉണ്ടാകില്ല. കാരണം മെന്റൽ ലേബർ ചെയ്യുന്ന ആളുകൾ അവരും കൂടെ ഫിസിക്കൽ ലേബർ ചെയ്യുന്നതുകൊണ്ട് തന്നെ അവർക്ക് ഈ ഒരു ഫിസിക്കൽ ലേബറിനെ ഒരു ഇൻഫീരിയർ ആയിട്ട് കാണുന്ന ആ ഒരു മെന്റാലിറ്റിയിൽ അവരുടെ ആളുകളുടെ മാറ്റം ഉണ്ടാവും. അത് തന്നെ എന്നിട്ട് ഗാന്ധി പറയുന്നത് എന്താന്ന് വെച്ചാല് ഡിഗ്നിറ്റി ഓഫ് ലേബർ, ഓരോ തൊഴിലിനും അതിന്റെ ഡിഗ്നിറ്റി ഇതുവഴി കൊണ്ടുവരാൻ കഴിയുമെന്നാണ് ഗാന്ധിജി പറയുന്നത്. അപ്പൊ എല്ലാവരും എല്ലാ മെന്റൽ ജോബ് ചെയ്യുന്ന സമൂഹത്തിലെ എല്ലാവരും ചെറിയൊരു രീതിയിലെങ്കിലും നമ്മള് ഇങ്ങനെ പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള ഫിസിക്കൽ ലേബറിൽ ഏർപ്പെടുമ്പോൾ നമ്മളും അവരെ ഈ പ്രൊഡക്റ്റീവ് ലേബറിൽ ഫിസിക്കൽ ലേബറിൽ ഏർപ്പെടുന്ന സാധാരണക്കാരായ തൊഴിലാളികളെ ഈക്വൽ ആയിട്ട് കാണുന്ന ഒരവസ്ഥ വരും എന്നുള്ളതാണ് ഗാന്ധി പറയുന്നത്. അപ്പൊ ഇവിടെയും നമ്മൾ നല്ല ആശയമാണ് ഗാന്ധി പറയുന്നത്, നല്ല ആശയം തന്നെയാണ്. കാരണം എല്ലാവരും തുല്യരായി കാണും, എല്ലാവരും പ്രൊഡക്റ്റീവായിട്ട് ജോലി ചെയ്യുന്ന ഒരവസ്ഥ ഉണ്ടാകുക എന്നുള്ളത്. പക്ഷെ ഇവിടെയും ഒരു പ്രാക്ടിക്കാലിറ്റിയുടെ ഒരു പ്രശ്നമുണ്ട്. ഇപ്പൊ നമ്മുടെ കാലത്തൊക്കെ ഈ കാലഘട്ടത്തിലുള്ള ഏതെങ്കിലും ഗാന്ധിജി പറഞ്ഞ പോലെയുള്ള മെന്റൽ ലേബർ ചെയ്യുന്ന ആളുകൾ ഫിസിക്കൽ ലേബർ ചെയ്യുമോ? ഗാന്ധിയുടെ ചർക്കയിലെ നൂൽക്കലായിരുന്നു ബേസിക് ആയിട്ടുണ്ടാകുന്ന ഗാന്ധി പറഞ്ഞ കാര്യം. അപ്പൊ അതിന് സമാനമായ രീതിയിൽ എന്തെങ്കിലും ഫിസിക്കൽ ലേബറിൽ ആളുകൾ ഏർപ്പെടുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഇല്ല, അധികം ആളുകൾ അതിൽ ഏർപ്പെടില്ല. പിന്നെ ഒരു കാര്യം എന്ന് പറയുന്നത് ഈ മാനസികമായിട്ട് അടുപ്പം ഉണ്ടാക്കുന്ന ഗാന്ധി പറഞ്ഞത് ഈ രണ്ട് വിഭാഗങ്ങൾ, രണ്ട് ക്ലാസ്സുകൾ തമ്മിൽ, വർക്കിംഗ് ക്ലാസ്സും അതുപോലെ തന്നെ മെന്റൽ ലേബർ ചെയ്യുന്ന ആളുകളും തമ്മിലൊരു മാനസികമായിട്ടുള്ള അടുപ്പം ഉണ്ടാക്കുന്ന ഗാന്ധി പറയുന്നു. പക്ഷെ അത് അങ്ങനെ ഒരു അടുപ്പം ഉണ്ടാക്കിയത് കൊണ്ട് മാത്രം ഇവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമാകുന്നുണ്ടോ? ഇല്ലല്ലോ. ഈ വർക്കിംഗ് ക്ലാസിന്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരമാകുന്നത്, പ്രശ്നം എന്താണെന്ന് വെച്ചാല് ഈ ഒരു ക്ലാസ് ഹോസ്റ്റിലിറ്റി ഉണ്ടാവാനുള്ള കാരണം വർക്കിംഗ് ക്ലാസ് അവര് മനസ്സിലാക്കുന്നു ഈ ക്യാപിറ്റലിസ്റ്റുകൾ തങ്ങളെ എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നു, അവരുടെ ഇൻട്രസ്റ്റിന് വേണ്ടിയിട്ട്, അവരെ എക്കണോമിക് ബെനിഫിറ്റിന് വേണ്ടിയിട്ട് വർക്കിംഗ് ക്ലാസ്സിനെ എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നു. തങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള രീതിയിലുള്ള എക്കണോമിക് ബെനിഫിറ്റ് ഒന്നും ലഭിക്കുന്നില്ല എന്നുള്ള ഒരു ചിന്തയിൽ നിന്നാണ് ഈ ഒരു ക്ലാസ് ഹോസ്റ്റിലിറ്റി വരുന്നത്. അപ്പോ ഗാന്ധി പറയുന്നത് പോലെയുള്ള ഈ
ഈ അപ്പർ ലെയറിലുള്ള ആളുകളുടെ മെന്റാലിറ്റി മാറിയത് കൊണ്ട് എങ്ങനെയാണ് താഴ്ന്ന ജാതി അല്ലെങ്കിൽ താഴെ തട്ടിലുള്ള ലോവർ ക്ലാസ് ആയിട്ടുള്ള വർക്കിംഗ് ക്ലാസിന്റെ മെന്റാലിറ്റി എങ്ങനെ മാറ്റം വരിക? അവരെ എക്കണോമിക്കലി എന്തെങ്കിലും അഡ്വാൻറ്റേജ് ഉണ്ടാവണ്ടേ? അപ്പോഴല്ലേ ഒരു ക്ലാസ് കോഓപ്പറേഷൻ ഉണ്ടാവുകയുള്ളൂ എന്ന് ഈ ഒരു ഭാഗം നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. കാരണം ഇപ്പോ നമ്മുടെ മാർക്സിസത്തിൽ പറയുന്നത് പോലെ തന്നെ ഈ ഒരു ക്ലാസ് ഹോസ്റ്റിലിറ്റിക്ക് കാരണം ഇതാണ്. കാരണം നമ്മുടെ മാർക്സ് പറയുന്നുണ്ടല്ലോ, ഈ ബേസ് ആൻഡ് സബ്സ്ട്രക്ചർ, ഈ എല്ലാത്തിന്റെയും ബേസ് എന്ന് പറയുന്നത് എക്കണോമിക് റിലേഷൻസ് ആണ്. അപ്പൊ ഒരു എക്കണോമിക് ആയിട്ടുള്ള ഒരു മാറ്റം, ഈ ഒരു ക്ലാസുകൾ തമ്മിലുള്ള റിലേഷൻഷിപ്പിന്റെ എക്കണോമിക് ആസ്പെക്റ്റിൽ ഒരു മാറ്റം വരാത്ത കാലത്തോളം എന്തോരം ആയിട്ട് മെന്റൽ കോഓപ്പറേഷൻ ഉണ്ടായിട്ടും ഈ ഒരു എക്കണോമിക് ആയിട്ടുള്ള റിലേഷൻസ് ഈക്വൽ ആവാത്ത കാലത്തോളം അല്ലെങ്കിൽ ബാലൻസ് ആവാത്ത കാലത്തോളം ക്ലാസ് ഹോസ്റ്റിലിറ്റി നിലനിൽക്കുക തന്നെ ചെയ്യും. അപ്പോൾ ഗാന്ധിയുടെ ഈ ക്ലാസ്ലെസ് സൊസൈറ്റിയും അദ്ദേഹത്തിന്റെ ട്രസ്റ്റിഷിപ്പ് പോലെ തന്നെ വളരെയധികം നല്ല മികച്ച ആശയം തന്നെയാണ്. പക്ഷെ ഇതിന്റെ ഒരു പ്രാക്ടിക്കാലിറ്റിയോടും അതിനേക്കാൾ മികച്ചതായിട്ടുള്ള ഒരുപാട് സൊല്യൂഷൻസ് ഉണ്ട്. കാരണം വർക്കിംഗ് ക്ലാസിന്റെ അവരുടെ ലിവിങ് സ്റ്റാൻഡേർഡ് വർദ്ധിക്കാൻ ഇതിനോട് വല്ല കാര്യമുണ്ടോ? ജനങ്ങൾ ഇങ്ങനെ ക്യാപിറ്റലിസ്റ്റിന്റെ മെന്റാലിറ്റി മാറിയത് കൊണ്ട് വർക്കിംഗ് ക്ലാസ്സിന് എന്തെങ്കിലും അഡ്വാൻറ്റേജ് ഉണ്ടോ എന്നുള്ള ഒരു കാര്യം നോക്കണം. വർക്കിംഗ് ക്ലാസിന്റെ ലിവിങ് കണ്ടീഷൻസ് ഉയർന്ന രീതിയിലുള്ള കാര്യങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ മാത്രമേ വർക്കിംഗ് ക്ലാസ് കൂടെ ഈ ഹയർ കാസ്റ്റ് അല്ലെങ്കിൽ ഹയർ ക്ലാസ്സിൽ പെട്ട ആളുകൾക്ക് ഈക്വൽ ആണ് എന്നൊരു തോന്നലുണ്ടാകുമ്പോഴേ ക്ലാസ്ലെസ് സൊസൈറ്റി ഉണ്ടാവുകയുള്ളൂ എന്നുള്ളതാണ് ഞാൻ വിശ്വസിക്കുന്നത്. എന്നിരുന്നാലും ഗാന്ധിയുടെ അതുപോലെ തന്നെ ഗാന്ധി സ്റ്റുഡ് അഗെയിൻസ്റ്റ് ഓൾ കൈൻഡ് ഓഫ് ഡിസ്ക്രിമിനേഷൻ ബേസ്ഡ് ഓൺ സെക്സ് ഓർ ജെൻഡർ ഓർ ഫെയ്ത്ത്, വിശ്വാസപരമായിട്ടോ അല്ലെങ്കിൽ ലൈംഗികപരമായിട്ടോ ഉള്ള വ്യത്യാസങ്ങൾക്കെല്ലാം ഗാന്ധി എതിരായിരുന്നു. എല്ലാ തരത്തിലുള്ള ഡിസ്ക്രിമിനേഷനും ഒഴിവാക്കണം എന്ന വിശ്വാസമുള്ള ഒരാളായിരുന്നു ഗാന്ധി. അപ്പോ അതുകൊണ്ട് ഇവിടുത്തെ നമ്മൾ ഗാന്ധിയെ കുറിച്ചുള്ള ഡിസ്കഷൻ, ഗാന്ധിസത്തെ കുറിച്ചുള്ള ഡിസ്കഷൻ ഇവിടെ തീരുകയാണ്. ആക്ച്വലി ഗാന്ധിയെ കുറിച്ച് വീണ്ടും അദ്ദേഹത്തിന്റെ സെക്യുലർ നിലപാടുകളെ കുറിച്ചും ഒരുപാട് കാര്യങ്ങള്, സർവ ധർമ്മ സമഭാവന തുടങ്ങിയ അദ്ദേഹത്തിന്റെ ഗാന്ധിയൻ ഫിലോസഫി വളരെയധികം വൈഡായിട്ട് ഒരുപാട് യൂണിവേഴ്സിറ്റികളിൽ സെന്റർ ഫോർ ഗാന്ധിയൻ ഫിലോസഫി എന്ന് പറയുന്ന സെന്റേഴ്സ് തന്നെയുണ്ട്. പക്ഷെ ബേസിക് ആയിട്ടുള്ള ഗാന്ധിയസത്തെ കുറിച്ചുള്ള ചില അണ്ടർസ്റ്റാൻഡിങ് നമ്മൾ നേടിയിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് ഗാന്ധിസത്തിൽ അദ്ദേഹത്തിന്റെ ഈ ട്രസ്റ്റിഷിപ്പും ക്ലാസ്ലെസ് സൊസൈറ്റി, അദ്ദേഹത്തിന്റെ എക്കണോമിക് ആയിട്ടുള്ള ചിന്തകളുടെ ഒരു പ്രാക്ടിക്കാലിറ്റി നമ്മള് അതിന്റെ പ്രാക്ടിക്കാലിറ്റിയെ കുറിച്ച് കൂടി നമ്മൾ ആലോചിക്കണം. പക്ഷെ എത്തിക്കൽ ആൻഡ് മൊറാലിറ്റിയും അതുപോലെ ട്രൂത്തും നോൺ വയലൻസും എല്ലാം ഗാന്ധി ഇപ്പോഴും റെലവെന്റ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഗാന്ധിയൻ ഫിലോസഫിയിൽ നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഐഡിയോളജികളെ കുറിച്ചുള്ള ചർച്ച ഇവിടെ സമാപിക്കുകയാണ്. ഇനി നമുക്ക് ഡെമോക്രസിയെ കുറിച്ചാണ് പറയാനുള്ളത് അടുത്ത ചാപ്റ്ററിൽ. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.